യുവ സംവിധായകർ ഉൾപ്പെട്ട ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഛായാഗ്രാഹകൻ സമീർ താഹിർ അടുത്ത ദിവസം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും. നോട്ടീസ് ലഭിച്ച 7 ദിവസത്തിനുള്ളിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. സമീർ താഹിറിന്റെ പേരിൽ വാടകയ്ക്കെടുത്ത ഫ്ളാറ്റിൽ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. എസ് ഗുഡ് മോർണിംഗ്. എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ പ്രത്യേക സംഘമാണ് സംവിധായകരിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ കേസ് അന്വേഷിക്കുന്നത്. ഒരാഴ്ചയായി കേസ് രജിസ്റ്റർ ചെയ്തത്. ഇനി അതിന്റെ അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ സമീർ താഹിർ എന്ന ഛായാഗ്രാഹകനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അയാളിൽ നിന്ന് ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക. കാരണം ഈ യുവ സംവിധായകരുടെ പക്കൽ നിന്ന് കഞ്ചാവ് പിടികൂടിയത് സമീർ താഹിർ വാടകയ്ക്കെടുത്ത ഫ്ളാറ്റിലാണ്. അതുകൊണ്ട് NDPS ആക്ട് പ്രകാരം ഈ ലഹരി ഉപയോഗിക്കാൻ സ്ഥലം നൽകുന്നതും കുറ്റകരമാണ്. അതുകൊണ്ട് ഇയാൾക്ക് ഇത്തരത്തിൽ ഇവരുടെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് സമീർ താഹിറിനെ വിളിച്ചു വരുത്താൻ തീരുമാനിച്ചത്. നോട്ടീസ് നൽകിയിട്ടുണ്ട്. 7 ദിവസമാണ് നോട്ടീസ് നൽകിയ കാലാവധി. അതിൽ 2 ദിവസത്തിനകം തന്നെ കാലാവധി അവസാനിക്കും. ആ ഒരു പശ്ചാത്തലത്തിലാണ് സമീർ താഹിർ ഉടൻ ഹാജരാകുമെന്ന് നിലവിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ സംവിധായകർക്ക് കഞ്ചാവ് നൽകി എന്ന് കരുതുന്ന 2 പേരെ കൂടി എക്സൈസ് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അവരിലെ മൊഴി രേഖപ്പെടുത്തി അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഇതിന്റെ വലിയ വിപണനമുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് എക്സൈസ്. 1.5 ഗ്രാം കഞ്ചാവ് പിടികൂടിയ കേസാണെങ്കിൽ പോലും അതിൽ കൂടുതൽ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പശ്ചാത്തലം ഉള്ളതിനാൽ കൂടുതൽ ഗൗരവത്തോടുകൂടി കൂടുതൽ കണ്ണികളിലേക്ക് എത്താനാകുമോ എന്ന അന്വേഷണത്തിലാണ് എക്സൈസ് ഉള്ളത്. അതിൽ ഏറ്റവും നിർണായകമാകുക സമീർ താഹിറിന്റെ ചോദ്യം ചെയ്യലാവും. SK. ഓക്കെ, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.